പടയോട്ടത്തിലെ പ്രേംനസീർ പറയൂ. നമ്മളെ ഇന്ത്യൻ സിനിമയെ ആഘോഷിക്കണം അല്ലെ? അപ്പൊ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ നസീർ സാറിന്റെ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇട്ടോണ്ട് വന്നിരിക്കും. അതെ. അപ്പൊ പിന്നെ അതിലൊരു നിങ്ങൾ വലിയ ബോയ്സ് ടീം വന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ബോയ്സ് ടീം തന്നെ സ്കിറ്റ് വർക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ബോയ്സ് മാത്രം മത്സരിക്കുന്ന ഒരു സ്കിറ്റ്. അതും വെറും സ്കിറ്റ് അല്ല, ഞങ്ങൾ ആണുങ്ങളാണല്ലോ ഇന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ 3 ആൺകുട്ടികൾ, ചുണക്കുട്ടികൾ. ആരാണവർ? ചുണക്കുട്ടി നമ്പർ 1 ജെറിൻ, ചുണക്കുട്ടി നമ്പർ 2 സുബീഷ്, ചുണക്കുട്ടി നമ്പർ 3 അനന്തു. ടെസ്റ്റ് നമ്പർ 4 ബാറ്ററി റെഡിയാണോ? ബാറ്ററി റെഡിയാണ്. 3 പേരും വരട്ടെ, പെർഫോമൻസ് കാണാം. എന്തീ കാണിക്കണേ? ഇന്നലെ BP ചെക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മദ്യം കൺട്രോൾ ചെയ്യണമെന്ന്. എങ്ങനെയുണ്ട് എന്റെ കൺട്രോളിംഗ്? അസലായിരിക്കുന്നു. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. എന്റെ പൊന്നച്ച, ഡോക്ടർ ഉദ്ദേശിച്ച കൺട്രോളിംഗ് ഇതല്ല, മദ്യം നിർത്താൻ. ഇത് അങ്ങനെയാണ് സർക്കാരിനോട് പറയണം, എന്നോടല്ല പറയേണ്ടത്. സർക്കാരിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു കാര്യം ഓർത്തത്. അച്ഛനോട് ഞാൻ എത്ര നാളെ പറഞ്ഞു അച്ഛൻ്റെ ഈ പാട്ട വണ്ടിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ തരാനായിട്ട്. അപ്പൊ അച്ഛൻ എന്താ എന്നോട് പറഞ്ഞേ? പോലീസ് പിടിക്കുന്നു. അപ്പൊ ഇപ്പൊ CM എന്താ പറയുന്നേ? അടക്ക് പുറത്ത്. അത് പണ്ട്. ഇപ്പോഴത്തെ CM-നെ ഡയലോഗ് ഇല്ല, പൂക്കിയ ഓൺലി ആക്ഷൻ. മോഡിഫിക്കേഷൻ. നീ ഇവിടെ കിടന്ന് എത്ര ചുണ്ട് ചവച്ചരച്ചാലും ശരി, എന്റെ അച്ഛന്റെ വണ്ടി ഞാൻ നിനക്ക് തരത്തില്ല. അച്ഛാ, ആ വണ്ടി മോഡിഫൈ ചെയ്ത് കിട്ടിയിട്ട് എനിക്ക് കുളു മണാലി വരെ പോവാൻ. എന്റെ പൈസ ഇല്ല, കുമ്മളി വരെ പൊക്കോട്ടെ. പിന്നെ അച്ഛാ, പ്രധാനപ്പെട്ട വേറെ കാര്യം കൂടി ഉണ്ട്. എനിക്ക് ആ വണ്ടി കാണിച്ചിട്ട് വേണം എന്റെ കാമുകിയെ വളയ്ക്കാൻ. എടാ, നിന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ പെണ്ണുങ്ങളെ വളയ്ക്കാൻ കാണിച്ചത് വണ്ടിയല്ല, എന്റെ ടാലന്റ് കണ്ടിട്ടല്ല നിന്റെ അമ്മ വരെ വീണത്. ശരിക്കും അറിയ കുട്ടാ, നീ വന്നേ. പണ്ട് നിന്റെ അമ്മയുടെ കൈ പിടിച്ച് ഈ മലമുകൾ കയറുമ്പോ ഈ അച്ഛന് സ്വന്തമായിട്ടൊരു ഒറ്റമുണ്ട് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇപ്പോഴോ? ഇപ്പൊ ഡബിൾ മുണ്ടായി. എന്റെ പൊന്നച്ച, ഈ ദാരിദ്ര്യം മാറേണ്ട കാര്യം ഞാൻ പറഞ്ഞു വരുന്നേ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വർക്ക്ഷോപ്പ് ഒന്ന് വിപുലീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്റെ ഫോണിന്റെ ഹോട്ട്സ്പോട്ട് ഞാൻ ഓഫാക്കി. അപ്പോഴാണ് ഇവൻ പെരക്ക് വെളി ഇറങ്ങിയത്. ആ ഇവനാണ് ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അച്ഛന്റെ മങ്കി പ്ലെയർ. എന്റെ പൊന്ന്, അതായിരുന്നു എന്റെ അച്ഛ. പിന്നെ എന്റെ പ്രധാന ഒരു ആഗ്രഹം എന്താണെന്നറിയോ? എന്റെ അച്ഛനെ ഈ നാടറിയുന്ന ഏറ്റവും വലിയൊരു പണക്കാരനാക്കണം. എന്നിട്ട് ഈ കാറ് കിടക്കുന്നവർക്ക് ഞാൻ റോൾസ് റോയ്സ് കൊണ്ടുവരും അച്ഛാ. എന്തോ നീ പറയുന്ന കള്ളക്കാലത്തരങ്ങളും അലങ്കൃതമായി തീരും. ഇനി ആവാ തുറന്ന് എന്തേലും പറഞ്ഞ എന്റെ ചെവി കല്ലടിച്ച് ഞാൻ പൊട്ടിക്കും. അച്ഛന്റെ ഒരു കാര്യം പറയാമല്ലോ അച്ഛാ, അച്ഛൻ എന്നോട് പഴയ പോലെ ഒട്ടും സ്നേഹമില്ല. എടാ, എങ്ങനെ സ്നേഹം ഉണ്ടാവും? എടാ, നിന്നെ കണ്ടു കഴിയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ട്രെയിൻ ടിക്കറ്റ് ആണ്. അതെന്താ അച്ഛാ? അതിൽ കാര്യമായിട്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. നീ ഇനി എവിടുന്ന് വന്നടാ നീ? ഇത്രയൊക്കെ എന്നോട് പറയുമ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി, അച്ഛന് മോഡിഫിക്കേഷനെ കുറിച്ച് ഒരു കുന്തും അറിയില്ല. അറിയത്തില്ല. അറിയായിരുന്നെങ്കിൽ ചുണ്ടലിയുടെ ഫിഗർ ഉള്ള ഇവനെ ഞാൻ മോഡിഫൈ ചെയ്ത് ആസിഫ് അലി ആക്കി. അതൊക്കെ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കാം. അച്ഛനോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി പോയച്ചാ, അതായത് ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കോ? ഇല്ല, തീർച്ചയായിട്ടും. ആണോ? എന്നാ ഞാൻ എന്റെ അച്ഛനെ സ്വപ്നം കണ്ടത്. അച്ഛനറിയോ, അച്ഛൻ രാവിലെ തന്നെ വന്നിട്ട് 1,00,000 രൂപ എനിക്ക് സമ്മാനം തരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. എന്താ? ആ തന്ന 1,00,000 രൂപ ഞാൻ തിരിച്ചു മേടിക്കുന്നു. എടാ, ഒരിക്കൽ ഗ്രീസ് അടിച്ച വണ്ടി പിന്നെ ഗ്രീസ് അടിക്കുവാടാ. നീ എന്തൊക്കെ കാണിച്ചാലും ശരി, എന്റെ അച്ഛന്റെ ആ വണ്ടി ഞാൻ നിനക്ക് തരത്തില്ല. ഉറപ്പാണോ? അന്ന് അച്ഛൻ ജയിലിൽ പോകാൻ തയ്യാറായിക്കോ? എന്താടാ? അപ്പൊ അച്ഛൻ അറിഞ്ഞില്ലേ? എന്റെ അച്ഛ, ഈ പഴയ വണ്ടി കൈവശം വെച്ചിരിക്കുന്നവരടുത്ത് അത് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് പോലീസ് റെയ്ഡ് നടത്തേണ്ടത്. എന്റെ വർക്ക്ഷോപ്പിൽ വന്ന് എന്റെ അച്ഛന്റെ വണ്ടി കൊണ്ടുപോകാൻ ധൈര്യമുള്ള ഒരു പോലീസുകാരും ഇവിടെ ഇല്ല. അച്ഛാ, ഒരു പോലീസ് വണ്ടി സാറിന് കേട്ടെ, എനിക്ക് തോന്നണത് ഏതോ പോലീസ് ജന്മം എടുത്തിട്ടുണ്ട്. ആരാടാ ഈ പാട്ട വർക്ക്ഷോപ്പിന്റെ മുതലാളി? നീയാടാ? ആർക്കറിയാം? മുതലാളി. എന്താ സാറേ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? സത്യം പറയണം, ഈ വർക്ക്ഷോപ്പിന്റെ മറവിൽ അനധികൃതമായിട്ട് സ്പെയർ പാർട്സ് കച്ചവടം. എന്റെ പൊന്നു സാറേ, ആ വാക്ക് എനിക്ക് പറയാൻ പോലും അറിയില്ല. പിന്നെ ഞാൻ
എന്റെ ഈ മീശ നോക്കി ആരും കള്ളം പറഞ്ഞിട്ടില്ല. സോറി, ഓഗസ്റ്റ് 2 ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പാറപ്പള്ളി ധ്യാനത്തിന് പോയേക്കുമായിരുന്നു. എന്റെ മുമ്പിൽ കിടന്ന് ദൃശ്യം കളിക്കല്ലേ. വെറുതെ എന്റെ ലാത്തിക്ക് പണി ഉണ്ടാക്കി വെക്കല്ലേ. ഒരു മിനിറ്റ് സാറേ, പുള്ളിയുടെ ലാത്തിക്ക് വരെ പണി കിട്ടി. എന്നിട്ട് നിനക്കൊരു പണി ഒരു ആത്മകഥം പറഞ്ഞ സാറേ. എന്റെ മുട്ടയാന്നല്ലോ. എന്റെ പേരെന്താ? ഓ ഗോവിന്ദൻ. തെറ്റ്. പേരിന് മുമ്പല്ല വിളിയാക്കേണ്ടത്, പേര് വിളിച്ചതിന് ശേഷം വിളിയാക്കണം. ഗോവിന്ദോ. ഓ അല്ല സാറിന്റെ പേരെന്താ? നോക്കടാ. ഹായ് പോക്കറ്റ്, നല്ല പേര്. അല്ല, ബിര. രവി. നല്ല പേര്. A police officer should be protecting our century and protocols of the professor parents. അയ്യോ, എന്റെ ടൂൾ ബോക്സ് നിലത്ത് വീണു കേട്ടാ. നിങ്ങൾ രണ്ടുപേരും നാടകം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. നാടകം കളിക്കാൻ എന്നെ പകർന്ന്. സാറിന് നാടകം ഇഷ്ടമില്ലെന്ന്, എന്നാ ബാലയാക്കിയാലോ? ഈ കാക്കിധാരിയുടെ കയ്യിൽ എന്നെ രക്ഷിക്കൂ വായുപുത്ര. ഉത്തരവ് പ്രഭു. എടുത്തിട്ട് അലക്കും ഞാൻ. ഈ സാറിന്റെ ഒരു കാര്യം, അകത്തോട്ട് വരുവാണെ നിക്കറും കൂടെ ഒരു തരം. എന്ത് ഈ പറഞ്ഞ ടീഷർട്ടും ജീൻസും ഒക്കെയാണോ? പിന്നെ ഞാൻ ഉരി. നീ അങ്ങോട്ട് മാറിക്കടാ. സത്യം പറയടാ, നീയാണോ പിതാമകൻ? അയ്യോ, അത് ഞാനല്ല, വിക്രമ. അയ്യോ, അതല്ല, ഈ പിതാവിന്റെ മകൻ നീയാണോ? അത് ഞാൻ തന്നെയാ. ആണോ? അതെ സാറേ, ഒരു ഡിസംബർ മാസം സംഭവിച്ചു പോയി. നീ ആവർത്തിക്കരുത്. ഇല്ല, ഇതോടെ എനിക്ക് മതിയായി. സെറ്റപ്പ് ഒക്കെ കൊള്ളാം. നിന്റെ പേപ്പറൊക്കെ ഉണ്ടാടേ. പേപ്പറൊക്കെ പക്കയാ സാറേ. ഏതാടാ ഈ തുരുമ്പിച്ച അംബാസഡർക്കാർ? സാറേ അങ്ങനെ പറയല്ലേ, അത് വണ്ടിയല്ല സാറേ, എന്റെ അച്ഛനാ. ഓ, അപ്പൊ ആന്റിക് പീസാ? അച്ഛനൊരു ആന്റി ലവർ ആയിരുന്നു. അതല്ല, ഇത് പുരാവസ്തുവാണോ? സാറേ അങ്ങനെ കളിയാക്കല്ലേ സാറേ. സാറിനുമില്ല സാറേ ഒരു അച്ഛൻ? എനിക്കുണ്ടോ ഒരു അച്ഛൻ? എനിക്കറിയാമോ, എന്റെ അച്ഛൻ എന്റെ എല്ലാം അല്ലേ. അപ്പൊ ചേലത്ത് ചെമ്പരന്തോ? അത് നിന്റെ അച്ഛൻ. എന്തിനാണ് ആ കാട്ടുകാരെ കൊണ്ട് എന്നെ എനിക്ക് കുറച്ചു തരും? എന്റെ പൊന്നു സാറേ, ഒരു കാര്യം ആലോചിക്കണം. ഞാൻ ഇവിടെ ഒരു കള്ളക്കടത്ത് നടത്തുന്നില്ല സാറേ. ഇവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് സാറിനറിയാവോ? പണ്ട് ആ പുഴ നീന്തി കിടന്നാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്റെ നീന്തൽ കണ്ടിട്ട് നാട്ടുകാരൻ എന്നെ വിളിച്ചെന്നറിയോ? നരനെന്ന്. ഓ, അപ്പൊ നീയാണ് നരൻ. ആ തിരുനമ്പരെ കൊണ്ട് നിങ്ങളുടെ വെലത്ത് നടക്കണടാ. ഇങ്ങോട്ട് വാടാ നരച്ചവനെ. നീ മടല് നടലോട്ട് കുത്തി വെക്കൂടാ. ഇല്ല, നീ ആ പാവം കുന്നുമേ ശാന്ത ജീവിക്കാൻ സമ്മതിക്കണടാ. ആ കാണുന്ന പുഴ നിന്റെ അമ്മയാണെങ്കിൽ എന്റെ അപ്പുറത്തെ 10 പേരാറാ നിന്റെ കൊച്ചനാ. എന്ത് ഈ കാണിക്കണ? ഗോവിന്ദ, താമ്പോ ലൈസൻസ് എടുത്തോണ്ട് വാ. പോണേ. ഒറ്റ അലക്കം കളിക്കണ്ടല്ലോ. ഇച്ചടം മണ്ട, നിന്നെ ഞാൻ ഇന്നലെ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്റെ പാവച്ചനെ പറ്റിച്ച് ആ വണ്ടി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി എങ്ങനെയെങ്കിലും മോഡിഫിക്കേഷൻ നടത്താനല്ലേ. അതിനെന്തിനാടാ നീ എന്റെ പാവം പിടിച്ച് അതിനെ കുണിച്ചെടുത്ത് കൂമ്പിടിച്ച്? എനിക്കറിയാം മേഡം, ഈ യൂണിഫോമിന്റെ ദേഹത്ത് കയറി പിന്നെ 1 പറഞ്ഞ 2 എനിക്ക് ആരും തല്ലണം. സംശയം 2 പറഞ്ഞാണ്. 2 പിടിച്ചോ. എനിക്ക് എന്നെ കൈ വരുന്നില്ല. എന്റെ പൊന്നളിയ, ഒന്ന് നീ ഒരു 2 മിനിറ്റ് പിടിച്ചേക്ക്. അപ്പഴേക്കും തീർത്ത് നീ വണ്ടി പുറത്തേക്ക് ഇറക്കിട്ട് നീ എന്താ ചെയ്തോ? വണ്ടി ഞാൻ പുറത്തേക്ക് തരാം. പക്ഷേ നമ്മൾ തമ്മിൽ പറഞ്ഞ ഡീൽ ഓർമ്മ വേണം. എനിക്ക് 10,000 രൂപയും ഒരു ഫുള്ളും കിട്ടണം. 5,000 രൂപ അതിന്റായിരുന്നില്ലേ? നീ നിന്റെ അടുത്ത് അച്ഛൻ എന്നല്ലേ പറഞ്ഞോളൂ. ഇത്രയും മണ്ടനായ അച്ഛൻ എന്ന് പറഞ്ഞാ എനിക്ക് 10,000 കിട്ടിയേ പറ്റൂ. നീ വലിയ നായികരൊന്നും പറയണ്ട, പറ്റില്ലെങ്കിൽ നീ പൊക്കോ. നീ പൈസ തരൂലടാ. എനിക്ക് തരൂല. നിന്റെ പൈസ എനിക്ക് അറിയാടാ. നീ കൈയൊക്കെ മേടിക്കണം. അച്ഛൻ വരട്ടങ്ങനെ ഉരിഞ്ഞന്ന്. എന്താ ബഹദൂറെ? അയ്യോ, ലൈസൻസ് എടുത്തിട്ട് പറഞ്ഞപ്പോ ഒരു വാട്സാപ്പ് മേലാളി. എനിക്കൊരു കാര്യം അറിയണം, എന്റെ 10,000 രൂപ തരാൻ പറ്റുമോ ഇല്ലയോ? 10,000 രൂപ തന്റെ മോന്റെ ചോദിച്ചാ. അതേതാ 10,000 രൂപ? അതിപ്പോ 10,000 പെട്ടെന്ന് അച്ഛൻ വല്ല നിയമം അങ്ങനെ തെറ്റിച്ചായിരുന്നു. 5 കൗണ്ടർ തെറ്റിച്ചാലും 10,000 രൂപ പോയില്ലേ? എന്റെ പൊന്നു സാറേ, ഇനി ശരിയായിക്കോളൂ സാറേ. അത് അനുസരിച്ച് പറഞ്ഞാൽ മതി. അതാരാ സാറേ? ഇവിടുത്തെ DGP. എനിക്കൊരു കാര്യം ഇപ്പൊ അറിയണം, എന്റെ 10,000 കിട്ടുമോ ഇല്ലയോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ഞാൻ ഈ വണ്ടി എടുത്തു. ബൈ ബൈ. എവറെന്നെ ഹാൻഡില് അച്ഛനും മോനും പണി പറഞ്ഞൂടാ. അവൻ വണ്ടി കൊണ്ടുപോകണില്ലേ? പോലീസിനെ വിളിയച്ചാ. പോലീസ് അല്ലേ വണ്ടി പോയി? ഞാൻ എന്റെ പൊന്നച്ച, അവൻ പോലീസ് ഒന്നല്ല. ഞാൻ അച്ഛനും പറ്റിച്ച് ഈ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി ഞാൻ അവനെ വേഷം കെട്ടിച്ച് കൊണ്ടാണ്. അവൻ കള്ളനാണ്. ഓഹോ, ആ കള്ളം പോണെങ്കിൽ പോട്ടടാ. ഈ കള്ളത്തരം പിടിക്കാനുള്ള ആൾ എന്റെ കൂടെ ഉണ്ടല്ലോ. അതാരച്ചാ? മകൻ, എൻ മകൻ. അതാരത്? നാസിക്ക് ശിവകാമി.
അടിപൊളി. നല്ല റിഹേഴ്സൽ ചെയ്ത നല്ല പരസ്പര ധാരണയുള്ള ഒരു അടിപൊളി സ്കിറ്റ്. അതെ നല്ലായിരുന്നു. അല്ല സത്യത്തിൽ ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, നേരത്തെ അത് പ്രശ്നമായിരുന്നു, ഇപ്പൊ അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ബേസിക് ചെയ്യുന്നതിന് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം എന്റെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് മാറ്റി ബസ്സി ചെയ്യുന്നോണ്ട് പ്രശ്നമല്ലെന്നാ? ബേസിക് ആയിട്ടുള്ള ഞാൻ പറയാം. അല്ല ബേസിക് ഞാൻ കേട്ടത് പറയാം, ബസ്സി എന്തൊക്കെയാണ് ബേസിക് ചെയ്യുന്ന ആയിട്ടുള്ള പറയൂ. ബേസിക് ആയിട്ടുള്ള വെച്ചപ്പോ ചില ഹോണിനൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിംഗ്, റെയിൽസ് വെക്കുക. പക്ഷെ റെയിലൊക്കെ വെക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ വലിയ ഇഷ്യൂ ഇല്ല. അത് ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു കാര്യമല്ല. പക്ഷെ ചില വണ്ടികൾക്ക് അവർ പറയുന്നത് വെക്കണ്ടെന്ന് പറയുന്നത് അത് ഇൻബിൽറ്റ് ആയിട്ട് അത് വരുന്നില്ല, നമ്മൾ വേറെ വെക്കുന്നതുകൊണ്ടാണ് അത് ഇഷ്യൂ. പക്ഷെ അതിലെന്തൊക്കെ എന്താ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. ലൈറ്റിംഗ് ഓക്കെ, ചില ലൈറ്റ് ഭയങ്കര ലെങ്ത്, ഐ മീൻ അതിന്റെ ആ ഇത് കൂടുതലായതുകൊണ്ടാണ് ലൈറ്റിങ്ങിന്റെ സാധനം പറയുന്നത്. കളർ, അതായത് ബാക്കിൽ ബ്ലാക്ക് അടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്റെ വണ്ടിയുടെ ഒക്കെ ചില റെഡ് ലൈറ്റിന് ബ്ലാക്ക് അടിച്ചേക്കുന്ന ടിന്റ് അടിക്കാന്ന് അറിയത്തില്ലേ, അതിലെന്താ പ്രശ്നം? എന്താ കാണാൻ പറ്റും. ഹോണിനെ പറ്റി പറയാം. എയർ ഹോൺ ആണോ ഹോണും ഈ ഉദാഹരണത്തിന് ഈ ഹോണാണ്. ഇങ്ങനത്തെ ഹോണുകൾ ഇപ്പൊ വണ്ടിക്ക് വരുന്നില്ല. അങ്ങനത്തെ ഇത് പഴഞ്ചൻ സ്റ്റൈലാ പറയുന്നത്. ഇപ്പൊ ഹോണുകൾ മാറ്റാൻ പറ്റും. അത് നമുക്ക് പ്രോഡക്റ്റിന്റെ പേര് പറയാൻ പറ്റും. വസന്തങ്ങളുടെ അഭിപ്രായം കേട്ടു, ഇനി പുതിയ പിള്ളേരുടെ അഭിപ്രായം കേൾക്കാം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യില്ലേ നോക്ക്. ബൈക്കിന് മിറർ വെക്കാത്തതിന്റെ റീസൺ എന്താ വെച്ചാൽ ബൈക്കിന് ലുക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ മിററിന്റെ ആവശ്യം എന്താ വെച്ചാൽ പുറകിൽ വരുന്ന വണ്ടി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സാധനം. പക്ഷേ ഈ ഹെൽമെറ്റ് വെച്ചാൽ പുറകിലെല്ലാ സൈഡിലും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയല്ലേ. മാന്യമായ രീതിയിലുള്ള ശബ്ദങ്ങൾ വരുന്ന സൈലൻസർ ആണ്. ഈ കുഴപ്പമില്ല, കാരണം പ്രീമിയം കാറിന്, സ്പോർട്സ് കാറിന് സൗണ്ട് ഉള്ള സൈലൻസർ ഉണ്ട്. അതുപോലെ എനിക്ക് ഇൻബിൽറ്റ് ആയിട്ട് സൈലൻസർ ഉണ്ട്, എന്നിട്ട് തന്നെ പോലീസ് എല്ലാ വണ്ടിക്കും ഉണ്ടോ സൈലൻസർ? അതെ, നിങ്ങൾ എല്ലാരും കൂടി സൈലൻസ് ആയിട്ടൊന്നും ഇരുന്നാലുണ്ടല്ലോ, ഈ നസിക്ക് വിട്ട ഈ സ്കിറ്റിന് എത്ര മാർക്ക് കിട്ടുന്നു, എത്ര ബാറ്ററി ഇടുന്നു കറക്റ്റ് ആണ്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെ വന്നാലും എന്താണോ CM പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ പുതിയ തലമുറകളും എല്ലാ ആൾക്കാരും മോഡിഫിക്കേഷനും കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലേ ചെയ്തു പോകും. ആദ്യം എനിക്ക് പറയാനുള്ളത് അസാധ്യം സ്ക്രിപ്റ്റ്, അസാധ്യം പെർഫോമൻസ്, സൂപ്പർ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ആ എൻഡിങ് പോർഷനിലെ ഒരു രാജമൗലി എൻഡിങ് ആയിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നിങ്ങൾ 3 പേരും ഭയങ്കര ആ സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെയും ആ ഒരു ട്രാവൽ ഇല്ലേ ആസ് എൻ ആർട്ടിസ്റ്റ്. സോ പ്രൗഡ് ഓഫ് യു, ഹാറ്റ്സ് ഓഫ്. അല്ല ജി, കൗണ്ടർ ടു കൗണ്ടർ ആയിരുന്നു എല്ലാം. കഥ പറച്ചില്ല, എല്ലാം കൗണ്ടർ ആയിരുന്നു. നല്ല രസമായിരുന്നു. കൗണ്ടറിലും ആക്ടിങ്ങിലും ഇവർ അടിപൊളിയാണ്. നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇവരെ 3 പേരെ സിനിമയെ കാണണം എന്നുള്ളത്. അതെന്ന് സാധിക്കും എന്നുള്ളതാണ്. വേഗം നല്ല സിനിമകൾ വരട്ടെ, നല്ല ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ചാൻസ് കിട്ടട്ടെ. എനിക്കും ചേച്ചിക്ക് സിനിമയിലെ മാജിക് ഷോ ഉണ്ടല്ലോ ചേച്ചി. അല്ല, ആ സാമ്രാജ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് എന്റേതായ സാമ്രാജ്യം ഞാൻ കണ്ടിന്യൂ. അപ്പൊ എന്തായാലും ബോയ്സ് ബാറ്ററി നോക്കിയാലോ? നോക്കാം. ഈ 50 നേടാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു അല്ലേ? ചേട്ടാ, നമ്മുടെ 11ാമത്തെ സ്കിറ്റാണ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു 5 മെമ്പറും വിളിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും നന്ദി പറയാനുള്ളത് നമ്മളെ ഗ്രൂമർ നിതീഷ് ചേട്ടനാണ്. പുള്ളി നമ്മളെ കൂടെ, പുള്ളിയാണ് സ്കിറ്റ് ഇങ്ങനെ ആക്കി തന്നതും. നമ്മളെങ്ങനെ ടീമാക്കി ഒരുപാട് സ്കിറ്റ് നിതീഷ് ഇങ്ങനെ ആക്കി തരട്ടെ നിങ്ങൾ. അവ അങ്ങനെ ചെയ്തോണ്ട് പോട്ടെ. ഓക്കെ, ഇനി പൈസ വരുന്നു. Proudly Bank of Bombay giving you 50,000 and here. Congratulations.